നിങ്ങളൊരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനലിൽ ഏതെന്നെ കാറ്റഗറി വീഡിയോ ചെയ്തിട്ടും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമുക്ക് വ്യൂസ് വരുന്നില്ല. അങ്ങനെ വ്യൂസ് വന്നാൽ തന്നെ 50ഓ 60ഓ 150ഓ വന്നിട്ട് ആ വ്യൂസിൽ തന്നെ ആ വീഡിയോ സ്റ്റക്ക് ആവാണ്. ഇത്തരം കണ്ടീഷനിൽ നമ്മൾ 16 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ തമ്പനെയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തതിന് ശേഷം 16 മണിക്കൂറിന് ശേഷം ഒരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഏത് റാങ്ക് ചെയ്യാത്ത വീഡിയോകളും റാങ്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ തന്നെ എൻ്റെ ഈ വീഡിയോകളിൽ, അതായത് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളിലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, യൂട്യൂബ് ടിപ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് മിക്ക ആൾക്കാരുടെയും ഇനീഷ്യൽ വ്യൂസ് വളരെ കുറവാണ്. അതായത് 300 400 വ്യൂസ് വരുന്നു, അല്ലെങ്കിൽ 600 വ്യൂസ് വരുന്നു, അല്ലെങ്കിൽ 1500 വ്യൂസ് വരുന്നു. അതിനുശേഷം ആ വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ട്. നേരെ മറിച്ച് അവർ ആ ഒരു ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതിനനുസരിച്ച് ആ വീഡിയോ വീണ്ടും ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളൊരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ആ യൂട്യൂബർ നെക്സ്റ്റ് വീഡിയോയിൽ വ്യൂസ് വരും എന്ന് ആശിച്ച് നെക്സ്റ്റ് വീഡിയോ പബ്ലിഷ് ചെയ്യും. എന്നാൽ നമ്മൾ ചെയ്തു വെച്ച വീഡിയോകൾ, അതായത് 48 മണിക്കൂറിന് മുമ്പ് തന്നെ നമുക്ക് ആ വീഡിയോനെ കറക്റ്റായിട്ട് SEO ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിലൊക്കെ കൂടുതൽ വ്യൂസ് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു SEO ടെക്നിക്സ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയ യൂട്യൂബർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഇതിനു വേണ്ടി ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ആ യൂട്യൂബർ ആദ്യം തന്നെ ട്യൂബഡി എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ മൊബൈലിലൂടെ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. മൊബൈൽ യൂട്യൂബേഴ്സിന് വളരെ കുറച്ച് വ്യൂസ് ആയാലും ഒരു 2000 5000 വ്യൂസ് ഒക്കെ വന്ന് എൻ്റെ ചാനലും, അതായത് ഒരു 30,000 40,000 സബ്സ്ക്രൈബർ ആണെങ്കിലും എനിക്കൊരു ചാനലുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈലിലൂടെ ഈ വീഡിയോയിൽ എങ്ങനെ വ്യൂസ് വരുത്താം എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ടെക്നിക്സ്. അല്ലാതെ ഒരുപാട് വ്യൂസ് ഉള്ളവർക്ക് നമ്മൾ പിന്നീടും നമ്മുടെ ടിപ്സോ ട്രിക്സോ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലൂടെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 16 മണിക്കൂറിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. ഇതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ട്യൂബഡി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇങ്ങനെ ട്യൂബഡി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളുടെ ചാനൽ ലിങ്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ അടുത്ത വീഡിയോ ഇതാണെന്ന് വിചാരിക്കും. ഈ വീഡിയോനെ നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ തൊട്ട് ഗോ ടു അനലറ്റിക്സ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതൊരു വീഡിയോ പബ്ലിഷ് ചെയ്താലും ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ട്യൂബഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ട്യൂബഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതേ വീഡിയോനെ തന്നെയാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു 4 ഗ്രീൻ ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ട്. ഈ 4 ഗ്രീൻ ടിക്ക് മാർക്ക്, അതുപോലെ തന്നെ തൊട്ടടിയിൽ ഇവിടെ കാർഡിൻ്റെ ഓപ്ഷനും കൂടി ഇല്ല. ഈ പുതിയ ചാനലാണെങ്കിൽ ഈ കാർഡിൻ്റെ ഓപ്ഷനും കൂടി ഗ്രീൻ മാർക്ക്, അതായത് കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് SEO ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടൈറ്റിൽ കറക്റ്റ് ആവുക, തമ്പനെയിൽ കറക്റ്റ് ആവുക, അതുപോലെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആവുക, അതുപോലെ ടൈറ്റിൽ ലെങ്ത് കറക്റ്റ് ആവുക, ഈ 4 കാര്യങ്ങൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രീൻ ടിക്ക് ഉണ്ടോ എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ. അങ്ങനെ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം 16 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ടാഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ടാഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്രീൻ കളറിൽ നമ്മുടെ ടാഗുകൾ റാങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം ആ വീഡിയോയിൽ ബാക്കി ടാഗുകൾ ഏതൊക്കെയാണ് ചെക്ക് ചെയ്യുക. അതായത് റാങ്ക് ചെയ്യാത്ത ടാഗുകൾ നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തന്നെ ഞാൻ മിനിമൈസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആ വീഡിയോയുടെ തന്നെ ഓവർവ്യൂ, അതിനുശേഷം റീച്ച് എന്നുള്ള ഈ ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ യൂട്യൂബ് സെർച്ച് ടേം എന്ന് പറഞ്ഞുള്ള ഈ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സെർച്ച് ടേമുകൾ കാണിക്കും. അത് പേഴ്സൻറ്റേജിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് ഇങ്ങനെ ഈ ഒരു കീവേഡിൽ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ വരുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആ കീവേഡുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ട്യൂബഡി വഴി തന്നെ നമുക്ക് സജസ്റ്റഡ് കീവേഡ് എന്നുള്ള ഈ ഓപ്ഷനിലൂടെ നമുക്ക് കീവേഡുകളെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് തന്നെ ഇവിടെ വരുന്നുണ്ടായിരിക്കും. അതിനെ നമ്മളിങ്ങനെ കോപ്പി കൊടുത്തതിന് ശേഷം അതിനുശേഷം ആ കീവേഡുകൾ ഇങ്ങനെ കോപ്പി കൊടുത്തതിന് ശേഷം ദിസ് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻസെർട്ട് ആവുന്നതാണ്. ഓക്കെ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതായത് ഈ കീവേഡിലൊക്കെ ഈ വീഡിയോ റാങ്ക് ചെയ്യും. അതിലൂടെ വ്യൂസും വരും, സബ്സ്ക്രൈബറും വരും. നിങ്ങൾക്ക് വ്യൂസ് വരുന്നതിനനുസരിച്ച് വാച്ച് ടൈമും വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.